ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എൻ്റെ ഫോം ക്ലേ എല്ലാം എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് കേടായിട്ട് എന്തോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ പരിപാടികൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കണ്ടൊരു പരിപാടിയാണ് നമുക്കിങ്ങനെ ഫോം ക്ലേ വെച്ച് റോസാപ്പൂ ഉണ്ടാക്കുന്നത്. എന്തായാലും വാലന്റൈൻസ് ഡേ വീക്കൊക്കെ അല്ലേ വരുന്നത്, നിങ്ങൾ ഗേൾ ഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റിനൊക്കെ ഒരു പ്രത്യേക ഫീൽ ഉണ്ടല്ലോ, അത് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടത്തില്ലല്ലോ. ഫോം ക്ലേ എടുത്തിട്ട് 6 ബോൾസ് ആക്കിയിട്ട് അതിനെ റൗണ്ട് ചെയ്ത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിനെ ഒരുമിച്ച് നിരനിരയായിട്ട് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ നമുക്കിതാ രണ്ട് സൈഡിൽ ഇതേപോലത്തെ റോസാപ്പൂക്കൾ കിട്ടും. എനിക്കിവിടെ 2 ഫ്ലവേഴ്സിനുള്ളതേ കിട്ടിയിട്ടുള്ളൂ, കാരണം അപ്പോഴത്തേക്ക് എൻ്റെ ഫോം ക്ലേസ് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇനി ഇതേപോലെ ഒന്ന് കട്ടാക്കിയിട്ട് 2 സ്റ്റെമ്മും കൂടി കുത്തി വെച്ച് നമ്മളെ ഫ്ലവേഴ്സ് ഇവിടെ റെഡിയായി. ഇനി ഇത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് A4 ഇതേപോലത്തെ പാറ്റേൺസ് വരച്ചെടുത്തിട്ട് 2 പേപ്പേഴ്സ് ചെറുതും വലുതും ഒക്കെ എടുത്തിട്ട് ഇതിനെ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഇതിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ഒരിക്കൽ ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കി. ഇത് അതേപോലെ ഒന്നുമില്ല, ഇത് ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമൻറ്റ് വഴി കൂടെ ഒന്ന് അറിയിക്കേ. ഇതിൽ നമ്മൾ ഒരു സംഭവം പോലും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചില്ല, ഷീറ്റ് പോലും നമ്മൾ പുറത്തുനിന്ന്, നമ്മളെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്, നമ്മൾ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഫേർട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, എഫേർട്ട്സ് മാറ്റേഴ്സ് എന്നാണല്ലോ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് എടുത്ത പേപ്പർ ഇതേപോലെ ഞുറിയായിട്ടും കൂടി ഇത് ചെയ്തിട്ട് അതുകൂടി 2ആയിട്ട് കെട്ടി വയ്ക്കുക. അതിന് മുന്നേ ഇങ്ങനെയും കൂടെ ഫോൾഡ് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഞാൻ കുറേ ട്യൂട്ടോറിയലൊക്കെ കണ്ടിട്ടാണ് ഇത് പഠിച്ചത്, അതിലിങ്ങനെ ഉണ്ടായത്, ഞാനത് മറന്നുപോയി. എന്നിട്ട് ഇതേപോലെ ഒന്ന് സെലോ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ റിബൺസ് ഉണ്ടെങ്കിൽ അതുകൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫ്ലവർ ബൊക്കെ ഇഷ്ടമായി ലൈക്ക് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും മറക്കല്ലേ. ഇനി ഇതേപോലത്തെ വീഡിയോസ് വരുന്നുണ്ട്.